ഹായ് ഫ്രണ്ട്സേ, വന്ദനയാണേ. ഇന്ന് നമ്മൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വിമോദേട്ടൻ്റെ നടു ഒന്ന് ഉളുക്കി. അപ്പോൾ ഉളുക്കൽ മാറ്റാൻ വേണ്ടിയിട്ട് വൈദ്യരുടെ അടുത്ത് പോവുകയാണ്. ആദ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു നോക്കി, മരുന്നൊക്കെ കുടിച്ചിട്ട് മാറ്റമില്ല. അപ്പോൾ പിന്നെ വൈദ്യരുടെ അടുത്ത് പോയിട്ട് വൈദ്യ ചികിത്സ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ ഒരു മാറ്റം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൾക്ക് വണ്ടി ഓടിക്കുമ്പോഴൊക്കെ നല്ല വേദനയൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ്. എനിക്ക് വണ്ടി ഓടിക്കാനൊക്കെ അറിയാം, പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ ഓടിക്കൊന്നുമില്ല, എനിക്ക് പേടിയാണ്. അതുകൊണ്ട് മൂപ്പരെന്നെ വണ്ടി ഓടിച്ച് എങ്ങനെയൊക്കെയോ പോയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. കുറച്ച് ലോങ് ഉണ്ട് ഇവിടുന്ന് പോകുമ്പോൾ. നഗരത്തിൻ്റെ തിരക്കൊക്കെ മാറി നമ്മളിതാ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നല്ല വയലുകളും തോടും പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഈ ഒരു സ്ഥലം കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുവഴിയൊക്കെ വരുന്നത്. അന്നൊരു ദിവസം രാത്രിയിൽ അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ അമ്മനെയും കൊണ്ട് വന്നിട്ടുണ്ട്. അന്നേരം ഒന്നും ഈ ഒരു പച്ചപ്പ് ഞാൻ കാണാൻ പറ്റിയിട്ടില്ല അതിന്. കാരണം രാത്രി ഒരു 8-9 മണി കഴിഞ്ഞേക്കും നമ്മൾ അമ്മനെയും കൊണ്ട് വരുമ്പോൾ. അമ്മ പെട്ടെന്ന് വീണിട്ട് കൈക്ക് വയ്യാണ്ടായിട്ടും അമ്മനെയും കൊണ്ട് ഈ ഒരു വൈദ്യരുടെ അടുത്തേക്ക് വന്നായിരുന്നു. പേര് കേട്ട വൈദ്യരാട്ടോ ഈ ഒരു നാട്ടിലെ. അങ്ങനെ വിമോദേട്ടനോട് ഓരോ കഥയൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലോങ് ആണ് പോകാൻ. അപ്പോൾ നമ്മളിതാ വൈദ്യരെ വീടിൻ്റെ അടുത്തെത്തി. ഇനി ഈ റബ്ബർ തോട്ടത്തിൽ കൂടി വേണം നമുക്ക് പോകാൻ. നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള നല്ലൊരു സ്ഥലം. എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. നമ്മളങ്ങനെ ചെന്നെത്തിയത് ഒരു തറവാടിൻ്റെ മുറ്റത്തേക്കായിരുന്നേ. ഇത് വൈദ്യരുടെ തറവാടാണ്. ഇതിൻ്റെ അടുത്തായിട്ടാണ് വൈദ്യശാല വരുന്നത്. അങ്ങനെ വൈദ്യരെയും കാത്ത് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഒരു മുല്ലപ്പൂ കണ്ടത്. അയ്യോ, അടിപൊളി! എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മുല്ലപ്പൂവ്. അങ്ങനെ ഞാനതൊന്ന് പറിച്ച് മണപ്പിച്ച് നോക്കി. ആ, അടിപൊളി മണം! മുല്ലപ്പൂവല്ലേ, മണക്കാണ്ടിരിക്കുമോ അല്ലേ? ഇതിൻ്റെ മണം ആസ്വദിച്ച് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. വൈദ്യർ കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് നമ്മളങ്ങനെ മുല്ലപ്പൂവും മണപ്പിച്ചോടെ ഇരിക്കുകയാണ്. വിമോദേട്ടൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് വൈദ്യശാലയിൽ. അപ്പം നമുക്കിനി വിമോദേട്ടൻ്റെ അടുത്തേക്ക് പോകാം. അങ്ങനെ വൈദ്യർ വന്നിട്ട് തൈലൊക്കെ ഇട്ട് നല്ലോണം ഒഴിഞ്ഞു കൊടുത്തു. ഇന്നലെയും വന്ന് കാണിച്ചതാണ്. കാണിച്ചപ്പോൾ ഇന്ന് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു. അങ്ങനെ വന്നതാണ്. ഇന്നലെ നല്ല ചവിട്ടി ഒഴിഞ്ഞിട്ടുണ്ട്. നല്ല വേദന ഉണ്ടായിരുന്നു പറഞ്ഞു. എന്ത് ചെയ്യാനാ, നീർക്കെട്ട് വന്നിട്ടാണെന്നാണ് വൈദ്യർ പറഞ്ഞത്. പാവത്തിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ല വേദനയുണ്ട്. എന്ത് ചെയ്യാനാ, ഇങ്ങനെ ഓരോ കഷ്ടകാലം വന്നാലില്ലേ. ഒഴിച്ചിൽ കഴിഞ്ഞപ്പോൾ എക്സസൈസൊക്കെ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ മൂപ്പര് എക്സസൈസൊക്കെ ചെയ്ത് നോക്കുകയാണ്. നടു നോർത്തി കുനിയാനും എടുക്കാനും പിടിക്കാനും പറ്റുമോയെന്ന് അറിയണമല്ലോ. ഞാൻ മാക്സിമം മൂപ്പര് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ശ്രമിച്ച് എക്സസൈസൊക്കെ ചെയ്തു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാലും കെട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഊരയ്ക്ക് ഇതാ കെട്ടി. ഇനി ചൊവ്വാഴ്ച വരണം, അതുവരെ നല്ല റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. കെട്ടിക്കഴിഞ്ഞാൽ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വേദനയ്ക്ക് കഴിക്കാൻ ഗുളിക തന്നിരുന്നു. അത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും.